വാർഷിക ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാധാരണഗതിയിലെ പ്രദേശങ്ങളിലൊക്കെ നടന്നു വരുന്ന, എല്ലാ വർഷങ്ങളും നടന്നു വരുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ വർഷവും ഇവിടെ വളപുരത്ത് ഇങ്ങനെ ഒരു സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നു. ഈ സമ്മേളനത്തിൻ്റെ സ്വാഗത പ്രാസംഗികൻ പ്രിയപ്പെട്ട സുഹൃത്ത് ജമാൽ, അധ്യക്ഷൻ പ്രിയപ്പെട്ട സലീം കുറുമ്പലം, ഇവിടെ വാഗൻ ട്രാജഡിയുടെ പശ്ചാത്തലവും രാജ്യത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ പ്രയാസങ്ങളുമൊക്കെ വിശദമായി സംസാരിച്ച് വിശദീകരിച്ച പ്രിയപ്പെട്ട അബ്ദുസമദ് പൂക്കോട്ട്, ഇനിയും ഇവിടെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനായി ഈ വേദിയിലുള്ള പ്രിയപ്പെട്ട CPC തലവി, ബഹുമാന്യരായ നാട്ടുകാരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഒരു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവും മോചനത്തോടനുബന്ധിച്ച് നടന്ന വലിയ പിൻബലവും പശ്ചാത്തലവുമുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് നിരന്തരമായി നമ്മളിങ്ങനെ ഓർമ്മപ്പെടുത്തൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞുപോയ ചരിത്രങ്ങളെയും പശ്ചാത്തലങ്ങളെയും പുതിയ തലമുറക്ക് സമൂഹത്തിന് പകർന്നു കൊടുക്കുകയും അതിലൂടെ ഒരു രാജ്യം സ്വാതന്ത്ര്യമായപ്പോൾ നമ്മളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു രാജ്യത്തിൻ്റെ ഈ കാലഘട്ടങ്ങളിലെ തലങ്ങളിലേക്ക് എത്താൻ പ്രവർത്തിച്ചതിൻ്റെ പിന്നിലുള്ള പൂർവ്വസൂരികളായ നമ്മുടെ ആളുകളെ ഓർമ്മപ്പെടുത്തുകയും രാജ്യസ്നേഹം ബോധ്യപ്പെടുത്തുകയും ഈ രാജ്യത്തൊരു വിഘടനവാദത്തിനും തീവ്രവാദത്തിനോ വിഭജനത്തിനോ അല്ലെങ്കിൽ അതിതീവ്ര ദേശീയതക്കോ നിന്നുകൊടുക്കാതെ വിശ്വാസത്തിൻ്റെ ഭാഗമായി ഒരു രാജ്യത്തിൻ്റെ പൗരനാണെന്ന് പറയാനും ആ രാജ്യത്തിൻ്റെ പേരിൽ അഭിമാനം കൊള്ളാനും മാത്രം ഉപയോഗപ്പെടുത്താവുന്ന തരത്തിൽ നമ്മുടെ ബോധത്തെ ഉൾക്കൊള്ളിക്കാനും ഉയർത്താനും വേണ്ടി സംഘടിപ്പിക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന കാര്യങ്ങളാണിതൊക്കെ. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ലോകത്തൊരുപാടേറെ സമരങ്ങളും ഒരുപാടേറെ സ്വാതന്ത്ര്യ സമരങ്ങളും യുദ്ധങ്ങളുമൊക്കെ നടന്നിട്ടുണ്ട്. ആ യുദ്ധങ്ങളുടെയൊക്കെ പശ്ചാത്തലമെടുത്ത് പരിശോധിച്ചാൽ ആ യുദ്ധങ്ങളിലൊന്നും ഒരു മുസ്ലിമിൻ്റെ അല്ലെങ്കിൽ മുസ്ലിം സംഘടനയുടെ അല്ലെങ്കിൽ മുസ്ലിം ഭരണാധികാരിയുടെ അല്ലെങ്കിൽ ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തിൻ്റെ അത്തരമൊരു പിൻബലം അങ്ങനെയുള്ള ഒരു സംഘടനകളുടെ മുകളിലും ഉണ്ടായിട്ടില്ല എന്ന് നമുക്കറിയാം. ഇപ്പോൾ ഇറ്റലിയിൽ നടന്ന വലിയ കലാപങ്ങളുടെ പിന്നിൽ ഒരു മുസ്ലിം സംഘടനയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനമോ അല്ല. ജർമ്മനിയിൽ നടന്ന കലാപങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിടത്തും അവിടെ ഒരു മുസ്ലിം സംഘടനയോ അല്ലെങ്കിൽ മറ്റിതര ഈ പ്രസ്ഥാനത്തോട് ബന്ധപ്പെട്ട സംഘടനകളോ അല്ല. റഷ്യയിലാണെങ്കിലും ബ്രിട്ടനിലാണെങ്കിലും ഒക്കെ നടന്ന ഒരുപാടേറെ സംഘർഷങ്ങളും സംഘടനകളും അതിൻ്റെ ഒന്നും പിന്നിൽ ഒരു മുസ്ലിം സംഘടനയോ മുസ്ലിം ഭരണാധികാരികളോ അല്ല. ഇന്ത്യ രാജ്യത്ത് തന്നെ നടന്ന ഒരുപാടേറെ സംഘടനകളും അല്ലെങ്കിൽ വ്യക്തിഹത്യകളും അതുപോലെ തന്നെ വ്യക്തികളെ കൊല ചെയ്തപ്പോഴുമൊക്കെ അതിൻ്റെ ഒന്നും പിന്നിൽ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ജനാധിപത്യവും മതേതരത്വവും തകർക്കുന്ന പ്രവർത്തനങ്ങൾ ഈ രാജ്യത്തുണ്ടായപ്പോഴും അതിൻ്റെ പുറകിലും ഈ രാജ്യത്തിൻ്റെ അങ്ങനെയുള്ളൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഇസ്ലാമിക വിശ്വാസികളുടെ ഭാഗതയുമായി ഉണ്ടായതല്ല. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്നതോ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയെ കൊന്നതോ രാജീവ് ഗാന്ധിയെ കൊന്നതോ അത്തരമൊരു പശ്ചാത്തലത്തിലുള്ളവരല്ല. അങ്ങനെ ഉള്ള ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ഒരുപാടേറെ പ്രയാസകരമായ അത്തരമൊരു കാര്യങ്ങളിലും പിറകിലില്ലാത്ത ഒരു സമൂഹത്തെയും സമുദായത്തെയും ഒരുപാടേറെ അവഗണക്കും അല്ലെങ്കിൽ നിഷ്കാഷണം ചെയ്യുന്നതിനും വംശഹത്യ നടത്തുന്നതിനും ഇന്നത്തെ പുതിയ കാലഘട്ടങ്ങളിൽ ചരിത്രത്തെയൊക്കെ മാറ്റി ചരിത്രത്തെയൊക്കെ വക്രീകരിച്ച് ആ പുതിയ ഒരു സമൂഹത്തിന് മുമ്പാകെ ഇവരാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും കാരണം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയും അവർക്കെതിരെ ആക്രമണോത്സുകമായ നിലപാടുകൾ സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഘടനയിലേക്ക് വിവിധ രാജ്യങ്ങളുടെ ഭരണാധികാരികളും അവരുടെ പ്രവർത്തനങ്ങളും സംഘങ്ങളുടെ പ്രവർത്തനങ്ങളും ഒക്കെ എത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇവിടെ സമദ് സാഹിബ് സൂചിപ്പിച്ചു ഫലസ്തീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അവിടെ മുസ്ലിം ഭരണാധികാരികളും മുസ്ലിം സമൂഹവും മുസ്ലിം ഇസ്ലാമിക പ്രത്യയശാസ്ത്രവും
ഒക്കെ എടുത്ത നിലപാടുകൾ അവിടെ ജൂതന്മാരായാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും അവരെ എങ്ങനെ സംരക്ഷിക്കാം, അവർക്ക് എന്ത് സൗകര്യം ചെയ്തു കൊടുക്കാം എന്നതിനെക്കുറിച്ച് ആലോചിക്കുകയും അവരുടെ വിശ്വാസത്തെ നീതിപൂർവകമായി നിലനിൽക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കുകയും ഒക്കെ ചെയ്തവരാണ് എന്ന് സമദ് ഇവിടെ സൂചിപ്പിച്ചു. പക്ഷേ ഇന്ന് അവിടെ ആക്രമിക്കപ്പെടുന്നത് ആ സംരക്ഷണം നൽകിയ, ആ സഹായം നൽകിയ, വിശ്വാസത്തിൻ്റെ ഭാഗമായി ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാൻ പ്രേരിപ്പിച്ച അതേ വിഭാഗത്തെയാണ് ഇന്നവിടെ നിഷ്കാസനം ചെയ്യാനായുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് ലോകത്ത് മുഴുവനായി ഇസ്ലാമോഫോബിയയുടെ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ വിശ്വാസത്തെയും ഈ ധാർമ്മികതയും ഒക്കെ നശിപ്പിക്കുക എന്ന ഒരു പ്രവർത്തനത്തിലേക്ക് പോകുന്ന സാമ്രാജ്യത്വ നിലപാടുകൾ സ്വീകരിക്കുന്ന രാജ്യങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിയാവുന്നത്. അവിടെ തന്നെയാണ് രാജ്യത്ത് വ്യത്യസ്തങ്ങളായ സ്വതന്ത്ര സമര സന്നാഹങ്ങളുടെ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ എവിടെ നോക്കിയാലും അവിടെയൊക്കെ നമുക്ക് കാണാം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളിൽ മുസ്ലിങ്ങളെടുത്ത നിലപാടുകളും ഈ രാജ്യത്തിന് വേണ്ടി പോരാടിയ പോരാട്ടങ്ങളുമൊക്കെ വളരെ വ്യക്തമായി നമുക്കറിയാവുന്നതാണ്. 1921 മലബാർ കലാപമാണെങ്കിലും ഇവിടെ നമ്മൾ ഇന്ന് വാർഷികമായി ഈ ദിനമാചരിക്കുന്നതിൻ്റെ ഭാഗമായുള്ള വാഗൻ ട്രാജഡിയുടെ ഭാഗമാണെങ്കിലും ഇവിടെ നിന്നൊക്കെ ഒരുപടിയേറെ ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിരുന്ന ചരിത്രമൊക്കെ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. അപ്പം അത്തരം കാര്യങ്ങളും ഒക്കെ ഒരു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു സമൂഹവും സമുദായവും എടുത്ത നിലപാടുകളാണ്. ആ നിലപാടുകൾ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, രാജ്യസ്നേഹത്തിൻ്റെ ഭാഗമാണ്. താൻ ജീവിക്കുന്ന ഒരു രാജ്യത്ത് തന്നെ ജീവിക്കുകയും ആ രാജ്യത്തിന് നിലനിൽപ്പിന് വേണ്ടിയും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും തങ്ങളുടെ ജീവത്യാഗം വരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് രാജ്യസ്നേഹം കാണിക്കുക എന്ന ഒരു നിലപാടിൻ്റെ ഭാഗമായാണ് അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ പൂർവികരായ ആളുകൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് നമുക്കറിയാം. വാഗൻ ട്രാജഡിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്ര പശ്ചാത്തലം ഒക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. നൂറുകണക്കിന് ആളുകളെ ഒരു ട്രെയിനിൻ്റെ ബോഗിയിൽ കയറ്റിവിട്ട് പിന്നെന്താണ് പച്ചക്ക് കൊല ചെയ്യുന്ന വലിയ നിരാതമായ ഒരു നിലപാടായിരുന്നു അത് നമുക്കറിയാവുന്നത്. അപ്പം ആ ഒരു നിലപാടൊക്കെ നടക്കുമ്പോഴും ആ സാമ്രാജ്യത്വ ശക്തികൾ എടുത്ത നിലപാടെന്ന് പറയുന്നത് ഒരു സമുദായത്തെ ആക്രമിക്കുക അല്ലെങ്കിൽ ഒരു സമുദായത്തെ ഇല്ലാതാക്കുക, അതിനുവേണ്ടി പോലീസ് സംഘത്തെ ഉണ്ടാക്കുക, ഇവിടെ സൂചിപ്പിച്ചതുപോലെ MSPയുടെ പ്രത്യേക ഒരു സംഘത്തെ ഉണ്ടാക്കുക, എന്നിട്ട് മാപ്പിള ഔട്ട്റേജസ് ആക്ട് പോലെയുള്ള ആക്ടുകൾ കൊണ്ടുവരിക, ആ ആക്ടുകൾ കൊണ്ടുവന്നുകൊണ്ട് കണ്ണിൽ കാണുന്ന മുസ്ലിങ്ങളെ മുഴുവൻ 15 വയസ്സിന് മുകളിലുള്ള 10 വയസ്സിന് മുകളിലുള്ള ആൺകുട്ടികളെ മുഴുവൻ വെടിവെച്ചു കൊല്ലുക. അങ്ങനെ കിരാതമായ നിലപാടുകൾ സ്വീകരിക്കാൻ ആ കാലഘട്ടങ്ങളിൽ തന്നെ ഭരണാധികാരികളിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം അത്തരം ഒരു നിലപാടുകൾ ഇന്നും തുടർന്നു പോരുന്നതിൻ്റെ ഒരു വലിയ പശ്ചാത്തലം നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ലോകത്ത് തന്നെ സംഭവിച്ചു കൊണ്ടിരിക്കുകയും അനുഭവിച്ചു കൊണ്ടിരിക്കുകയുമാണ്. ഇന്ന് ഇന്ത്യ ആ ഒരു തരത്തിലേക്ക് പോകുന്നു എന്ന ആശങ്കയിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. പൗരത്വ നിയമ ബില്ലും അതുപോലെ തന്നെ രാജ്യത്തിനോട് അന്ധമായ ദേശീയതയും ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് രാജ്യത്ത് വിശ്വാസത്തിന്റെ ഭാഗമായി, ഭക്ഷണത്തിന്റെ ഭാഗമായി, വസ്ത്രത്തിന്റെ ഭാഗമായി ഒരു സമൂഹത്തെയും സമുദായത്തെയും ഒക്കെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. രാജ്യത്തിന്റെ 2ാം കിട പൗരന്മാരായി ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മാറട്ടെ എന്നൊരു നിലപാടിലേക്ക്, ഒരു ഐഡന്റിറ്റി കാർഡ് ഇല്ലാത്ത, ഒരു ആധാർ കാർഡ് ഇല്ലാത്ത, ഒരു വോട്ടർ കാർഡ് ഇല്ലാത്ത, ഒരു റേഷൻ കാർഡ് ഇല്ലാത്ത, ഒരു വീടില്ലാത്ത, ആധാരമില്ലാത്ത, ഒന്നും കയ്യിലില്ലാത്ത ഈ രാജ്യത്ത് ഏത് രാജ്യത്തിന്റെ പൗരന്മാരാണോ എന്ന് പറയാൻ കഴിയാതെ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ നടക്കുന്നത് പോലെ ഇന്ത്യയിലെ മുസ്ലിങ്ങളും അതുപോലെ അങ്ങ് നടന്നു പോകണം എന്നുള്ള ഒരു നിലപാടിലേക്ക് ഇന്ത്യയുടെ ഭരണാധികാരികൾ പോകുന്നതിന്റെ പ്രവർത്തന രീതികളാണ് നമുക്ക് ഓരോ ദിവസങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. അയോധ്യയിലെ രാമജന്മഭൂമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കാണാൻ കഴിയാണ്. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട ആ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് ആരംഭിച്ച്, അല്ലെങ്കിൽ ഗാന്ധിജിയെ കൊന്ന അതേ പശ്ചാത്തലത്തിൽ നിന്ന് ആരംഭിച്ചതിന്റെ പ്രവർത്തനങ്ങൾ ഘട്ടം ഘട്ടമായി നടത്തി അത് ബാബരി മസ്ജിദിനെ തകർച്ചയിലേക്ക് എത്തിച്ചു. പിന്നീട് ഇവിടെ തുടർന്ന് വന്ന ഒരുപടിയേറെ ഭരണാധികാരികളായി അധികാരത്തിലേറ്റു വന്നതിന് ശേഷമുണ്ടായ ഒരുപാടേറെ പ്രവർത്തനങ്ങൾ. ഇതവസാനം പൗരത്വ നിയമ ബില്ല് കൊണ്ടുവന്നുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങളടക്കമുള്ള ആളുകളെ ഈ രാജ്യത്ത് നിന്ന് പുറത്താക്കുക, നിഷ്കാസനം ചെയ്യുക എന്നൊരു നിലപാട്. ഏതുപോലെ അതിനിപ്പോൾ ഇവിടെ ഒരു വെടിവെപ്പും അതുപോലെ തന്നെ ബോംബിങ്ങും ഒന്നും നടക്കുന്നില്ല എന്നേ ഉള്ളൂ. ഫലസ്തീനിൽ ആ നിഷ്കാസനം നടക്കുന്നത് പോലെ, അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ നിഷ്കാസനം നടത്തുന്നത് പോലെ കേരളത്തിലോ മലപ്പുറത്തോ അല്ലെങ്കിൽ മുസ്ലിങ്ങളുള്ള പ്രദേശങ്ങളിലോ അവരവരെ വിശ്വാസപരമായി തകർക്കുക,
അവരെ പിന്നെന്താണ് അവരുടെ ആരാധനാലയങ്ങളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ തകർച്ചയുണ്ടാക്കുക, അവരുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പിന്നെ വല്ലാത്ത ഒരു പ്രയാസകരമായ അനുഭവങ്ങൾ ഉണ്ടാക്കുക, അങ്ങനെ അവരെ ഒരു ബോധപൂർവമായ നശീകരണ പ്രവർത്തനങ്ങളിലേക്ക് ഒരു സമുദായത്തെ കൊണ്ടുപോയി ഇല്ലാതാക്കുക എന്ന ഒരു നിലപാടാണ് ഭരണകൂടങ്ങൾ നടത്തുന്നത്. ഞാനത് വിശദീകരിക്കേണ്ട കാര്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, നമ്മളൊക്കെ അത് പത്രങ്ങളിലൂടെ വായിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ആ ഒരു തരത്തിൽ നമ്മളുടെ നിലനിൽപ്പിനെയും നമ്മുടെ പിന്നെന്താണ് ഒരു രാജ്യത്തിന്റെ രാജ്യസ്നേഹത്തെയും ഒക്കെ ഇല്ലാതാക്കി നമ്മളെ ഇല്ലാതാക്കുക. ഒരു ഇസ്ലാമിക വിരോധത്തിന്റെ പേരിൽ ഇസ്ലാമോഫോബിയയുടെ പേരിൽ ഈ വിശ്വാസത്തെ, ധാർമ്മികതയെ, സത്യത്തെ, നീതിയെ തകർക്കുക എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഒരു രണ്ടാം ഘട പൗരന്മാരാക്കി മുന്നോട്ട് പോകാനുള്ള ഒരു പശ്ചാത്തലം ഉണ്ടാക്കിയെടുക്കുക, അങ്ങനെയുള്ളൊരു നിലപാട് സ്വീകരിക്കുക എന്ന ഒരു തലത്തിലേക്ക് ഈ രാജ്യവും മുന്നോട്ട് പോവുകയാണ്. ലോകത്ത് മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ആ ലോകത്ത് മുഴുവൻ അതിന്റെ പ്രവർത്തനങ്ങൾ പിന്നെ ആരംഭിച്ചുകൊണ്ട് ലോകരാജ്യങ്ങൾ മുഴുവൻ അതിനെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ നമുക്കറിയാം. പലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്ന കിരാതമായ കൊലപാതകങ്ങൾ, ഒരു രാജ്യത്തിന്റെ പേര് 1948 അങ്ങനെ ഒരു ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം തന്നെ ലോകത്തിന്റെ ഭൂപടത്തിൽ ഉണ്ടായിരുന്നില്ല. ആ 48 അത് സ്ഥാപിതമാക്കി ഇങ്ങനെ ഈ ബ്രിട്ടൻ അവിടെ അവർ കൊണ്ടുപോയി കുടിയിരുത്തിയതിന് ശേഷം ഉണ്ടായ ആ ഒരു ഭൂമി അല്ലെങ്കിൽ ആ ഒരു പ്രദേശം പിന്നെ അവർക്ക് പിന്നെന്താണ് മറ്റുള്ളവർക്ക് പലസ്തീനികൾക്ക് താമസിക്കാനായി കൊടുത്ത തൊട്ടടുത്തുള്ള പ്രദേശങ്ങളെ ഘട്ടം ഘട്ടമായി ഓരോന്നോരോന്നായി കീഴടക്കിക്കൊണ്ട് ഇന്ന് അവരെ പൂർണ്ണമായും ഇല്ലാതാക്കുക. അതാണ് കുട്ടികളെ കേന്ദ്രീകരിച്ചുകൊണ്ട്, ആശുപത്രി കേന്ദ്രീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അഭയാർത്ഥി ക്യാമ്പുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെ ബോംബിംഗ് നടത്തി എത്ര വലിയ കിരാതമായ നിലപാട്. നമ്മൾ ഓരോ ദിവസവും പത്രങ്ങൾ ഇങ്ങനെ പിഞ്ചു കുട്ടികളെ, പ്രസവിച്ച കുട്ടികളെ, 2 വയസ്സായ, 1 വയസ്സായ, 4 മാസമായ, 3 മാസം പ്രായമായ കുട്ടികളെ ഇങ്ങനെ അവരുടെ മയ്യത്ത് കഫംപുടയിൽ പൊതിഞ്ഞിങ്ങനെ ഓരോ പിതാക്കളും ഉമ്മമാരും ഒക്കെ ഇങ്ങനെ കൊണ്ടുപോകുന്ന ഫോട്ടോ നമ്മളിങ്ങനെ പത്രങ്ങളിൽ കാണുകയാണ്. ആശുപത്രിയിൽ പ്രസവിച്ചു കഴിഞ്ഞ ഉടനെ ഇൻക്യുബേറ്ററിൽ കിടത്തി ആ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ കിടക്കുന്ന ആ ICU തകർത്ത് ആ ഇൻക്യുബേറ്ററിൽ നിന്നുള്ള 4-5 കുട്ടികൾ ഒരു ദിവസം പിറ്റേ ദിവസം രാവിലെ ഈ നിലത്ത് തറയിൽ കിടത്തിയിരിക്കുന്ന ഫോട്ടോ നമ്മൾ കാണുകയാണ്. എത്ര വല്ലാത്ത ഒരു പിന്നെ പ്രയാസത്തോടു കൂടിയാണ്, കണ്ണീരോട് കൂടിയാണ് നമുക്ക് ആ ഒരു കാഴ്ച കാണാൻ കഴിയുക. അപ്പൊ അതൊരു ഉന്മൂല നാശനം വരുത്തുക, ഒരു സമൂഹത്തെ പൂർണ്ണമായും പിന്നെ നിഷ്കാഷണം ചെയ്യുക എന്ന ഒരു നിലപാടാണ് ഇതിന്റെയൊക്കെ ഭാഗമായി നടക്കുന്നത്. അതിനു വേണ്ടിയുള്ള പശ്ചാത്തലം ഒരുക്കുക എന്നതാണ് ഇന്ന് ലോകത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഒരു തരത്തിലൂടെയുള്ള പ്രവർത്തനം ഇന്ത്യയിലും നടന്നുകൊണ്ടിരിക്കും. ഞാൻ സൂചിപ്പിച്ചത് അത്തരം നിലപാടുകൾ ലോകത്താണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും നമ്മുടെ പ്രദേശങ്ങളിലാണെങ്കിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം സാഹചര്യങ്ങളെയും ഇത്തരം ചരിത്രങ്ങളെയും ഈ ചരിത്ര പശ്ചാത്തലങ്ങളെയും നമ്മൾ എന്തിനു വേണ്ടി, ഈ നാടിനു വേണ്ടി, എന്തിനു വാഗൺ രാജ്യയിൽ കുരുവമ്പലത്തെയും ഈ പ്രദേശത്തെയും 10-40 ആളുകൾ അല്ലെങ്കിൽ അത്രയും ആളുകൾ ഈ പ്രദേശത്ത് നിന്ന് ആ ഒരു വലിയ അത്രമാത്രം ഈ രാജ്യസ്നേഹത്തിന്റെ പ്രതീകമായി നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ അത്തരം ആളുകൾ പോയി എന്താണ് അവരെ പ്രേരിപ്പിച്ചത്, എന്താണ് അവരുടെ മനസ്സിലുണ്ടായിരുന്നത്, എന്താഗ്രഹമാണ് അവരുടെ താല്പര്യം, എന്ത് താല്പര്യമാണ് അവർക്കുണ്ടായിരുന്നത് എന്ന് പരിശോധിക്കുകയും ഒരു രാജ്യസ്നേഹം തങ്ങളുടെ ശിരസാ വഹിച്ചുകൊണ്ട് ജീവിക്കാനും ഈ രാജ്യത്തിന് വേണ്ടി പടവരുതാനും ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിക്കാനും കഴിയാവുന്ന ഒരു സംഘമാണ് ഞങ്ങൾ, അതിനെന്ത് ത്യാഗവും സഹിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അവരൊക്കെ ആ സ്വാതന്ത്ര്യ സമര പ്രയാസങ്ങളിൽ പങ്കെടുക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്തത്. അപ്പോഴാണല്ലോ അവരെ പിടിച്ചുകൊണ്ടുപോയത്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ആ രാജ്യസ്നേഹവും വിശ്വാസത്തിന്റെ ഭാഗമാണെന്നും ഈ രാജ്യത്തിന്റെയും ഈ ജനാധിപത്യത്തിന്റെയും ഈ മതേതരത്വത്തിന്റെയും ഒക്കെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ പങ്കാളികളാകാൻ നമുക്ക് കഴിയണമെന്നും അതിനു വേണ്ടിയുള്ള ഒരു ചരിത്രബോധം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണമെന്നും അത് ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്ന ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഈ വാഗൺ ട്രാജഡി ഭാഗമായി ദിനാചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്രമാത്രം സമ്മേളനങ്ങൾ നടത്തുമ്പോൾ നമുക്ക് ഇവരൊക്കെ ആഗ്രഹിക്കുന്നത് ഞാൻ കരുതുകയാണെന്ന് മനസ്സിലാക്കുകയാണ്. അപ്പൊ ആ ചരിത്രബോധത്തെ, ആ പശ്ചാത്തലത്തെ, ആ പാഠഭേദങ്ങളെ നമ്മുടെ മനസ്സുകൾക്കകത്തേക്ക്, നമ്മുടെ കുട്ടികളുടെ മനസ്സുകൾക്കകത്തേക്ക് കൊണ്ടുപോയി കൊടുത്തുകൊണ്ട് നാളെയുടെ വരാനിരിക്കുന്ന ഭാവിയിലും ഈ രാജ്യത്തിന്റെയും ഈ ജനതയുടെയും ഈ സമൂഹത്തിന്റെയും ഈ സമുദായത്തിന്റെയും അവകാശങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു ബാധ്യതയുമായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം എന്ന ഒരു നിലപാടിലേക്ക് നമ്മളുടെ ചിന്തയെ, നമ്മുടെ ബോധത്തെയും എത്തിപ്പിക്കാൻ കഴിയാവുന്ന ഒരു തലത്തെയാണ് ഇതിനോട് ഉപയോഗപ്പെടുത്തുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. ഏതായാലും ആ ഒരു തരത്തിൽ വാഗൺ രാജിയുടെ ദിനാചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളപുരത്ത് ഇന്ന് നടക്കുന്ന ഈ പ്രചാരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി നമുക്ക് കിട്ടാവുന്ന ഒരു പ്രചോദനം,
ആ പ്രചോദനം വരാനിരുന്ന തലമുറകൾക്ക് കൂടി കൈമാറ്റം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രത്യാശിക്കുന്നു. സർവശക്തനായ അള്ളാഹു അതിൽ മരിച്ചുപോയ അല്ലെങ്കിൽ അതിൽ അതിൽ ജീവത്യാഗം വഹിച്ച മുഴുവൻ ആളുകൾക്കും സർവശക്തനായ അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെയും നമ്മളെയും സ്വർഗ്ഗലോകത്ത് അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാജ്യസ്നേഹവും ദേശസ്നേഹവും ഈ വിശ്വാസവും ദൃഢമായി നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പുണ്യവാചകം ഉപയോഗിച്ച് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട CP സെയ്ദുൽ സാഹിബ്